രവിയേട്ടന് 10ാം ക്ലാസ്സിൽ സമ്മാനം കിട്ടിയ 3 പുസ്തകങ്ങളുണ്ട്. അതെന്റെ കയ്യിലാ. യുവകേരളം ഒരു മാസം നടത്തിയിരുന്നില്ലേ മുമ്പ്? 5 മാസം ഒരു ചങ്ങാതിക്ക് 9,000 രൂപ നഷ്ടം. യുവകേരളം പത്രാധിപരെ ഞാൻ ചെറുതായിട്ടൊന്ന് പറ്റിച്ചിട്ടുണ്ട്. ഞാനും ഇടയ്ക്ക് കവിത എന്ന് പറഞ്ഞ് ഓരോന്നൊക്കെ കുത്തിക്കുറിച്ചിരുന്നു. രവിയേട്ടനെ കാണിക്കാൻ പേടി. അമ്മൂട്ടിക്കറിയും. നിന്റെ ചൂട് വയ്ക്കുന്നതായിരുന്നു ഭീഷണി. ചെറിയൊരു സംശയം ഉണ്ടായിരുന്നു. ഒന്ന് കുറച്ച് ഭേദമായിട്ടുണ്ടെന്ന് തോന്നി. അമ്മൂട്ടിയെ കൊണ്ട് പകർത്തിച്ച് രവിയേട്ടന്റെ യുവകേരളത്തിന് അയച്ചു. എന്റെ കയ്യക്ഷരം അറിഞ്ഞാലോന്ന് സംശയം. എന്നിട്ട് ഹേമായിട്ട് അച്ചടിച്ച് വരികയും ചെയ്തു. ഏയ് അതുണ്ടാവില്ല. അതിൽ അച്ചടിച്ച് വന്നതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. പ്രത്യേകിച്ച് കവിത. കവിയാകാൻ ചക്രശ്വാസം വലിച്ച് നടന്ന കാലായിരുന്നല്ലോ അത്. ഞാൻ ശ്രദ്ധിച്ച് വായിക്കാതെ ഒന്നും പോവില്ല. പറ്റിച്ചു എന്ന് പറഞ്ഞത് അതാണ്. എന്റെ പേരല്ല, വിളയൂർ ശ്രീദേവി. ഓ, വിളയൂർ ശ്രീദേവി. ശരിയാണ്, ഉണ്ട്. അന്നത്തെ സഹായികൾ ആരോടോ പറയുകയും ചെയ്തു, എന്റെ നാട്ടിനടുത്തും പെണ്ണുങ്ങൾ കവിത എഴുതാൻ തുടങ്ങുന്നു. വിളയൂര് ഞങ്ങളുടെ ശരിക്കുള്ള തറവാട് വിളയൂരല്ലേ? അച്ഛൻ കല്യാണം കഴിച്ചിട്ടല്ലേ ഇങ്ങോട്ട് താമസാക്കിയത്. ഓ, ദുർഗാന്ന് വെച്ചാ ദേവി, ശ്രീദേവി. ഏട്ടന് പതുക്കെ പതുക്കെ ഇത്തിരി ദൂരം നടക്കാൻ പറ്റുമോ? ഇപ്പോഴല്ല, വെയിലാറിയിട്ട്. എവിടേക്ക്? കേട്ടിറക്കൊന്നും ഇല്ലാത്ത വഴിയാണ്. നമ്മുടെ ഇല്ലപ്പറമ്പിന്റെ തൊട്ടുള്ള ശിവന്റെ അമ്പലം. നമുക്കൊന്ന് തൊഴണം. ഒരു പ്രാർത്ഥന കൊണ്ടും ദിവസം നീട്ടി കിട്ടില്ല കുട്ടി. വയ്യ. പഴയ നോട്ട് ബുക്കുകൂടെ ഒന്ന് നോക്കണം. പലതും ക്രൂരമായിരിക്കും, എന്നാലും ചിലതൊക്കെ നന്ന്. ഒരു ചോദ്യം ഓർമ്മയുണ്ടോ? ഞാനതൊരു 100 വട്ടെങ്കിലും വായിച്ചിട്ടുണ്ടാവും. കടലിനഗാധമാം നീലിമയിൽ. ഓ, കടലിനഗാധമാം. കുറച്ചുനേരം ഉറങ്ങേണ്ടതാണ്. പെയിൻ കില്ലറിന് കുറച്ച് കഴിഞ്ഞാൽ എഫക്റ്റ് ഉണ്ടാവില്ല. ഞാൻ ഡോക്ടർ റഹീമിനെ കിട്ടുമെന്ന് ഒന്നുകൂടി നോക്കട്ടെ. എന്നെ കണ്ടിട്ട് രവേട്ടിന് മനസ്സിലായിട്ടുണ്ടെന്ന് തോന്നുന്നില്ലമ്മേ. രാത്രി മുതൽ കരിപരി സഞ്ചാരമാണ്. ഈ ഡോക്ടറും ഇല്ല രാത്രി. മാലിന്യ കോഴിക്കോട്ടേക്ക് വിളിക്കാൻ നോക്കി. ഫോൺ ആ നേരെ നോക്കി കേട്. എത്ര ദിവസമാണാവോ അങ്ങനെ കിടക്കേണ്ടി വരിക? അമ്മൂട്ടി വേണേ നിന്നോട്ടെ, എനിക്ക് പോകാൻ പറ്റില്ല. ഞാനിന്ന് വന്നു തന്നെ. ജീവനോടെ കാണാൻ സാധിച്ചു എന്നുള്ളത് സമാധാനം ഉണ്ടല്ലോ. എന്താ ജാതി? രവിയേട്ടന്റെ ഭാര്യ ക്രിസ്ത്യാനി. അമ്മ തീയറ്റിയാന്നാ തോന്നണേ. അതാ നന്നായി. അങ്ങനെ കല്യാണം കഴിച്ച ആള് രവിയേട്ടന്റെ കല്യാണാലോചന വന്നപ്പോ എന്തിനാ പിന്നെ വെട്ടും വെളിച്ചപ്പാടും തുടങ്ങിയത്? നല്ല തമാശ തന്നെ. അയാൾ ആരെയോ കണ്ടുവച്ചിരുന്നു. അതുകൊണ്ട് അയാൾക്ക് ഉദ്യോഗത്തിൽ എന്തൊക്കെ ഗുണം കിട്ടുന്നൊക്കെ കേട്ടിരുന്നു. അതിന്റെ ശരിക്കുള്ള കഥ പറഞ്ഞ എന്തോ ആവട്ടെ, നമുക്കെന്ത് കാര്യം? അപ്പൊ ശരിക്ക് ഹിന്ദു അല്ല. ഹിന്ദു നിയമപ്രകാരം വേറൊരു മതത്തിൽ നിന്ന് കല്യാണം കഴിച്ചാൽ സ്വത്തിന് അവകാശമില്ലാന്ന് ഒരു വകുപ്പില്ലേ? കേശവ, അതൊക്കെ പണ്ട്. ഇപ്പോഴേ നിയമമൊക്കെ മാറി. കിടക്കപ്പായ കിടന്നു എന്ന് പറഞ്ഞാൽ പിന്നെ പെണ്ണിന് അവകാശ. രവിയേട്ടൻ മരിച്ചാൽ
ആയമയ്ക്ക് ഇതൊക്കെ വേണമെങ്കിൽ വിറ്റൂടെ? വിൽക്കാം. അവന്റെ സ്വത്തല്ലേ, അവൾ എന്തിനാ അവിടെ നിൽക്കണത്? അതൊക്കെ അവളുടെ ഇഷ്ടല്ലേ? അതെ, എനിക്ക് 2 പെൺകുട്ടികളാ. കാർത്തിയടുത്തേക്ക് 3. അമ്മൂട്ടിയും കാർത്തിയനെയും സ്വന്തം പെങ്ങന്മാരുടെ സ്ഥാനത്തല്ലേ ഇയാൾക്ക്? അല്ല, നമ്മൾ വിചാരിച്ചിട്ടില്ല. അവർക്ക് അങ്ങോട്ടും രവിയായിട്ടെന്ന് വെച്ച ജീവനാ. അതിമോഹാണ്, ദുരയാണ് എന്ന് വിചാരിക്കണ്ട. അധികം വേദനയില്ലാത്ത നേരം നോക്കി രവിയേട്ടനോടൊന്ന് പറയാ, ഒരു വില്ല് എഴുതി വെക്കണമെന്ന്. കുടിയിരിപ്പ് ചെറിയമ്മയ്ക്കും മക്കൾക്കും, പുറംപറമ്പ് വേണമെങ്കിൽ ആയമ്മയ്ക്ക്. കേട്ടാ ഒരാളും തെറ്റു പറയില്ല. കേശു, ഇതിന്റെ ഇടയില് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്നും അറിയാണ്ട് കിടക്കുമ്പോ എങ്ങനെ ഇതൊക്കെ പറയാ? പിന്നെ മരിച്ചിട്ടാ പറയാ? കൂട്ടുസ്വത്താന്ന് മേനി പറഞ്ഞു നടന്നിരുന്നു ചിലര് എന്റെ കല്യാണാലോചന നടക്കുന്ന കാലത്ത്. വെള്ളം കിട്ടാത്ത പാറക്കണ്ണി 4 ഏക്കറാ എന്റെ ഭാര്യ വീട്ടുകാരെ താവഴിക്കുള്ള വീതെന്ന് പിന്നല്ലേ ഞാൻ അറിയണത്. പിന്നെ ശിവായി ഗോന്തുണ്ണിയാരെ മോന് കോലോത്തുന്നല്ല ആലോചന വരിക. നീ പോന്നു? കുറച്ചു നേരമായി. സാർ ഉറങ്ങായിരുന്നു. ഇന്നലെ ന്യൂസ് എഡിറ്റർ മാനേജറും വരണമെന്ന് പറഞ്ഞിരുന്നു. പിന്നെന്തോ പ്രോഗ്രാം മാറ്റി. വരണ്ടെന്ന് അവരോട് പറഞ്ഞേക്ക്. അവർക്ക് ഒരു നാട്ടു നടപ്പിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ എന്നോട് പറയേണ്ടി വരും. അവർ മെനക്കെട്ട് അഭിനയിക്കണം. എനിക്കൊന്നുമില്ല എന്ന മട്ടിൽ ഞാനും പിന്നെ അഭിനയിക്കണം. വയ്യ. ലേഖനങ്ങളൊക്കെ തേടി പിടിച്ചു. 2 പുസ്തകത്തിനുണ്ടാവും. ഒക്കെ KC സാറിന് അയച്ചു. കഥയും നോവലും പോലെ വിൽക്കില്ല. എന്നാലും എല്ലാറ്റിനെയും കൂടെ കോപ്പിറൈറ്റ് ചെയ്ത് വാങ്ങി പരമാവധി തരാൻ പറയും. ഒരു മേജർ എമൗണ്ട് കൊടുക്കേണ്ടത് രാജേന്ദ്രന് തന്നെയാണ്. എപ്പോഴും അതന്നെ ആവർത്തിച്ച് പറയണോ? ഹീസ് എ ഗുഡ് ഫ്രണ്ട്. കണക്ക് ചോദിച്ച് പ്ലീസ് ഡോണ്ട് ഇൻസൾട്ട് ഹിം. കഞ്ഞി ഉണ്ടരട്ടെ? പിന്നെ മതി. സാർ ഈ പുസ്തകത്തെ പറ്റി കേട്ടിട്ടുണ്ടോ? മൈൻഡ് ബോഡി മെഡിസിൻ. അമേരിക്കയിൽ ബെസ്റ്റ് സെല്ലറാണ്. അവിടുത്തെ ലീഡിംഗ് ഡോക്ടറാണ് ഇത് എഴുതിയ കപൂർ. ഇതിലൊരു ഡോക്ടർ ഉണ്ണിയെ പറ്റി പറയുന്നുണ്ട്. ഇത് ഹനുമാന്റെ അമ്പലത്തിലെ പ്രസാദാണ്. കഴിച്ചാ ഒരാലോഗ്യം ഉണ്ടാവില്ല. നാളെ മുതൽ ശിവന്റെ അമ്പലത്തിൽ ധാര. അതോടെ വലിയ വിശേഷ. നാളെ രവിയേട്ടന്റെ ജന്മനക്ഷത്രല്ലേ? ആ, ഇന്നാളത്തെ മാതിരി ഒന്നും കഴിക്കാതെ പോരുത്. ഉണ്ണാറായിരിക്കണം. ഞാൻ വരാൻ ചേച്ചി. ഞാൻ ഇവരെ മുമ്പ് എവിടേക്കോ വെച്ച് കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. ഉണ്ടാവില്ല. ദുർഗ എന്നും ഇവിടെ തന്നെയായിരുന്നു. എനിക്ക് കാണാൻ ചാൻസ് ഇല്ല. കണ്ടത് സാറിന്റെ ആദ്യകാലത്തെ ചില കവിതകളിൽ എവിടെയൊക്കെയോ ഇവരില്ല എന്നൊരു സംശയം. ചാരുതേ പിന്നീട് അന്തിവാനം പോൽ തൊടുത്ത നിൻ. സർ, ഇതിൽ പറയുന്ന ഡോക്ടർ ഉണ്ണി ഇപ്പോൾ ഊട്ടിയിലാണ്. ഏകദേശം ഇതുപോലത്തെ കേസുകൾ ഡോക്ടർ കപൂർ. സാർ ഈ ചാപ്റ്റർ നോക്കൂ. ദ ബോഡി ഈസ് ഫൈറ്റിംഗ് ഡിസീസ് ഓൾ ദി ടൈം. വേണ്ട, എനിക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല ബാബു. ഇതൊന്നും കേട്ടിട്ടൊരു വിശേഷവും. സർ, കേസ് ഹിസ്റ്ററീസ് പറയുന്നുണ്ട്. ഒന്ന് ഞാൻ വായിക്കാം. വേണ്ട ബാബു, ഒരു മിറാക്കിലൂടെ സംഭവിക്കാൻ പോകുന്നില്ല. ജീവിതം എടുക്കാൻ അസാമാന്യമായ ധൈര്യം വേണം. അതില്ലാത്തത് കൊണ്ട് സഹിച്ച് ഞാൻ കാത്തിരിക്കുന്നു. ലാസ്റ്റ് നൈറ്റ് ഇറ്റ് വാസ് ടെറിബിൾ. ഡോക്ടർ റഹീം എന്ത് പറഞ്ഞു? ഡോസേജ് കൂട്ടിയിട്ട് കാര്യമില്ല. രാത്രി ആകുമ്പോഴേ പേടി. പകൽ എങ്ങനെയെങ്കിലും ഒക്കെ കഴിച്ചു കൂട്ടാം. അവിടെ ഹോസ്പിറ്റലിൽ കണ്ടിന്യൂ ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞത് അതുകൊണ്ടാണ്. മാലിനിക്ക് ലീവ് എടുക്കാതെ അഡ്ജസ്റ്റ് ചെയ്യാൻ സൗകര്യമായിരുന്നു.
ഇവിടെ എത്തിപ്പെട്ട സ്ഥിതിക്ക് ഇനി പറഞ്ഞിട്ടെന്ത് കാര്യം? ഇപ്പൊ എങ്ങനെയുണ്ട് രവിയേട്ടാ? സഹിക്കാവുന്നതായിട്ടുണ്ട്. രാത്രി ഉറങ്ങാൻ പറ്റണില്ല, അതാണ് കഷ്ടം. ഞാനിവിടെ ഹാൾട്ട് ചെയ്യുന്നു. ഡോൺ വറി, ദിവസേന രാത്രി ഒന്നും നിൽക്കാനും പ്രയാസമില്ല. ഭക്ഷണം ഒന്നും കഴിക്കുന്നില്ല. ഈ ഇളനീര് വെള്ളം ഇടയ്ക്ക് കുറേശ്ശെ കുടിക്കും. ശരിയമ്മേ, ഞാൻ തന്നെ ഇവിടെ താമസിക്കാണ്. അത് നന്നായി. വടക്കേ അറയിൽ കിടക്കാമല്ലോ. കാർത്തി കഴിഞ്ഞ കൊല്ലം വന്നപ്പോഴാ അതിലൊരു കുളിമുറി ഉണ്ടാക്കിയത്. മാറ്റി വിരിക്കാൻ ദുർഗോട് പറഞ്ഞാ മതി. അവളുള്ളതാ വലിയൊരു സഹായം. മാലിന്യം ഇല്ലാത്തപ്പോ അവളിവിടെ കിടക്കും. 5-6 ദിവസം പാവം കണ്ണു ചിമ്മിയിട്ടില്ല.